എനിക്ക് ഫ്രഞ്ച് വരയിലേക്ക് ഫുൾ മാർക്ക് കിട്ടി. അതെങ്ങനെ എക്സ്ട്രാ മാർക്ക് കിട്ടി. 22 + 20 എന്തുവാ 42 + 7 49. ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടോ? അത്രക്ക് നല്ലൊന്നും അല്ല, ഇതല്ല നല്ലത്, വേറെ നല്ലത്. ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. ഇതിനെക്കാട്ടി നല്ലതായിട്ട് എഴുതും, പക്ഷെ പെട്ടെന്ന് എഴുതുമ്പോ ശരിയാക്കും. പരിപാടി എന്നാ? പരിപാടി ഇനി ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററിയുടെ റിവൈസ്. ഞാൻ എന്തോ വരുന്ന വഴിയെല്ലാം ആണെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് റിവൈസ് ചെയ്തോണ്ടാണ്. ഇതിന്റെ എല്ലാത്തിനും ഡെഫിനിഷൻ പഠിച്ചു. ഇങ്ങനെ മാറ്റി. ഇവിടെ ക്വസ്റ്റ്യൻ, ഇവിടെ ഫ്രണ്ട്സ് നിങ്ങൾ ഹൈസ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ ഇതാണ് ട്രിക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ പേപ്പർ നമ്മൾ മുറിക്കണം, എന്നിട്ട് മുറിച്ചിങ്ങനെ ഇങ്ങനത്തെ വേണ്ടേ ഇവിടെ ഈ സൈഡിൽ നമുക്കുള്ള ക്വസ്റ്റ്യൻ എഴുതണം, എന്നിട്ട് നമ്മൾ പുറകിൽ അതിന് ആൻസർ എഴുതണം. നമ്മളിങ്ങനെ ഇങ്ങനെ 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 ചെയ്യണം. ഇങ്ങനെ എന്തോ കാർഡ് ഗെയിംസ് ഒക്കെ കളിക്കത്തില്ലേ, അതുപോലെ നമുക്ക് ഇങ്ങനെ പഠിക്കാം. അങ്ങനെ ചെയ്ത് ട്രിക്ക് പറഞ്ഞു സ്കൂളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് റിവൈസ് ചെയ്യാനുള്ള ട്രിക്കുകൾ. കണ്ടോ? വാട്ട് ഈസ് എ പ്രൊട്ടാഗണിസ്റ്റ്, ദ മെയിൻ ക്യാരക്ടർ. എന്തുവാ വാട്ട് ഈസ് നറേറ്റീവ്, എ സ്റ്റോറി. ഇത് വെച്ചിട്ടാണോ ഫ്രഞ്ച് പരീക്ഷ എഴുതിയേ? ഇതും നോക്കി എഴുതിയോ? അച്ഛാ, ഞാൻ അച്ഛന്റെ കൂട്ടല്ല കേട്ടോ. അപ്പൊ ഈ ഫ്ലാഷ് കാർഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാല് എന്റെ ക്ലാസ്സിൽ ഞാനാ ടോപ്പ്. ആണോ? സ്റ്റോറിയാണ്. അപ്പൊ നമ്മളിങ്ങനെ കാർഡ് ഗെയിംസ് ഒക്കെ കളിക്കത്തില്ല, അതുപോലെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് ക്വസ്റ്റ്യൻ ഒരു സൈഡിൽ കാണും. നമ്മൾ ഗസ് നമ്മൾ പറയണം, ആദ്യം നമ്മൾ ആൻസർ പറയണം, എന്നിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ആൻസർ നോക്കണം. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ആണ് ട്രിക്ക്. വേറൊരു ഐഡിയ ഉണ്ട്. നമ്മളിങ്ങനെ ബുക്ക് എടുത്തിട്ട് വായിച്ചിട്ട് നമുക്കറിയാവുന്ന എല്ലാം, ബുക്ക് അടച്ചിട്ട് നമുക്കറിയാവുന്ന എല്ലാം ഒരു പേപ്പറിൽ എഴുതണം. അങ്ങനെയുണ്ട്. നമ്മൾ എഴുതാത്തതൊക്കെ അതിൽ ഒന്നുകൂടെ ആഡ് ചെയ്യണം. അങ്ങനെയുണ്ട്. ഞാൻ വേറെ കാണിച്ചു തരാം ഫ്ലാഷ് കാർഡ്സ്. ഇനിയുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഫയൽ എടുക്കണം. ഇങ്ങനെ ഒരു ഫയൽ, ഫുൾ റിവിഷൻ ഫയൽ. വേറെ ഫ്ലാഷ് കാർഡ്സും ഇങ്ങനെ വെക്കാം. ഉണ്ടോ? സയൻസിന്റെ ഫ്ലാഷ് കാർഡുകൾ അതെല്ലാം. ഒരു സൈഡിൽ ക്വസ്റ്റ്യൻ. അതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഇങ്ങനെ ഉണ്ടോ? ഒരു സൈഡിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വാട്ട് ഈസ് എ ക്ലോറോപ്ലാസ്റ്റ്, അതൊരു എന്തുവാ പ്ലാന്റ് സെല്ലിന്റെ ഒരിതാണ് പാർട്ട്. അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് വണ്ടി യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മളെപ്പോഴും എപ്പോ ഫ്രീ ആണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ അതെ, നമ്മളിങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാൽ പോരെ. ബുക്ക് എഴുതിക്കൊണ്ടാണ് ബുക്ക് പറഞ്ഞിട്ട് വായിക്കേണ്ട ഒരു ആവശ്യമില്ല ഫ്രണ്ട്സ്. ഇതാണ് പുതിയ ട്രിക്ക്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അടുത്ത എക്സാമിൽ ഫുൾ മാർക്ക് മേടിക്കുന്നതായിരിക്കും. കമന്റ് സെക്ഷനിൽ പറയുന്നു നിങ്ങൾക്ക് എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടിയോ. ഓക്കെ ഗൈസ്, താങ്ക് യു.